എന്നോട് ചോദിച്ചാണ് കാർബൺ ഫൈബറും നമ്മളുടെ ഫോർജ്ഡ് കാർബൺ ഫൈബറിലെ വ്യത്യാസം എന്താണെന്നുള്ളത്. ഇത് നോർമൽ കാർബൺ ഫൈബറാണ്. ഇത് നമ്മളുടെ മുമ്പ് പറഞ്ഞ പോലെ ഡ്രിഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ബെൻറ്റ്ലിയാണ്. ഇതിൻ്റെ ബോഡി ഫുള്ള് ഇതൊഴിച്ച് റൂഫല്ല, ബാക്കി മൊത്തം നമ്മൾ കാർബൺ ഫൈബറിലാണ് ചെയ്തത്, ഇൻക്ലൂഡിങ് ലൈറ്റ്സ് ഇല്ല. ലൈറ്റ്സിന് പകരം അവിടെയും കാർബൺ ഫൈബർ തന്നെയാണ് ഉള്ളത്. റേഡിയേറ്ററും ഫ്യൂൽ സെല്ലൊക്കെ ഇവിടെയാണ് വരുന്നത് വണ്ടിയുടെ. ഇതിൻ്റെ അകത്തുള്ള വ്യൂ ഇങ്ങനെയാണ്. സോ ഇതാണ് നമ്മളുടെ നോർമൽ കാർബൺ ഫൈബർ. ഇത് ഫോർജ്ഡ് ആവുന്ന സമയത്ത് ഇതൊക്കെ കാർബൺ ഫൈബർ തന്നെയാണ് കേട്ടോ ഫുള്ള്. കാർബൺ ഫൈബർ, അത് പിറകിലെ ഫൈബർ. ഫോർജ്ഡ് കാർബൺ ഫൈബർ ആകുമ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് വരും. ഇത് ഫോർജ്ഡ് കാർബൺ ഫൈബറാണ് മൊത്തം വണ്ടിയുടെ ബോഡി. സോ ഇതിൻ്റെ രണ്ടിൽ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമൽ കാർബൺ ഫൈബറിൽ വണ്ടിക്ക് ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫസ്റ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ്, ലൈക്ക് എല്ലാവർക്കും കയ്യിലുണ്ട്. പക്ഷേ ഫോർജ്ഡ് കാർബൺ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഷ്രെഡ് ചെയ്ത് കാർബണിനെ പീസസ് ആക്കിയിട്ട് ഷ്രെഡ് ചെയ്ത ശേഷം അത് ലേ ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഫോർജ്ഡ് കാർബൺ ഫൈബർ. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ബാക്കി പെയിൻറ്റ്.